എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അർദ്ധനാരീശ്വരസ്തവം ജ്ഞാനവല്ലരി 3 കടക്കുകയാണ്. ഊട്ടിത്തീറ്റി വളർത്തും ഉമ്പർത്തടി നീനാഥനും ഇപ്പോൾ ഉയിർക്കൂട്ടത്തോടൊരു കൂറുമില്ല. കഥയെന്തയ്യോ കുഴപ്പത്തിലായി നാട്ടിൽ കണ്ടത ശേഷവും ബധ നശിച്ചിടുന്നതും കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ മൂളർദ്ധനാരീശ്വര. ഊട്ടിത്തീറ്റി വളർത്തും. നിലനിൽക്കാനും വളരാനും വേണ്ടതെല്ലാം തന്നനുഗ്രഹിക്കാറുള്ള ഉമ്പർത്തടി നീനാഥനും ദേവലോക നദിയുടെ നാഥനും. ഉമ്പർ ദേവൻ, തടിനി നദി. ഇപ്പോൾ ഉയിർക്കൂട്ടത്തോട്, ഇപ്പോൾ ജീവിവർഗത്തിനോട് ഒരു കൂറുമില്ല, ഒരു സ്നേഹവും ഇല്ലാതായി തീർന്നിരിക്കുന്നു. കഥ എന്തയ്യോ, അയ്യോ ഇതെന്ത് കഥയാണ്. കുഴപ്പത്തിലായി ജീവിത വ്യവസ്ഥ ഏറെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. നാട്ടിൽ കണ്ടതശേഷവും ലോകത്തിലുള്ളത് സകലവും നശിച്ചിടുന്നതും നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് നീ മൂട്ടിൽ തന്നെ അനക്കമില്ലാതെ വൃക്ഷച്ചുവട്ടിൽ തന്നെ നിസ്സംഗനായി ആദികാരണമായി തന്നെ ഇരിക്കുന്നുവല്ലോ. ബെത കഷ്ടം തന്നെ. മുറയോ, ഇത് ഏതെങ്കിലും മുറയ്ക്ക് ചേർന്നതാണോ? അർദ്ധനാരീശ്വര, അല്ലയോ അർദ്ധനാരീശ്വര, മൂള് തപസ്സിൽ മുഴുകിയിരിക്കുന്ന അങ്ങ് ഒരു മൂളലിലൂടെയെങ്കിലും എൻ്റെ ഈ സംശയത്തിന് ഉത്തരം പറയുക. അർദ്ധനാരീശ്വര, അങ്ങ് സകല ജീവജാലങ്ങളെയും ഊട്ടിത്തീറ്റി വളർത്തുന്നവനാണ്. അതിനു തക്കവണ്ണം അങ്ങ് ദേവലോക നദിയായ ഗംഗയുടെ നാഥനുമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ജീവിവർഗത്തിനോട് നിനക്കൊരു കൂറുമില്ലാതായി തീർന്നിരിക്കുന്നു. ഇതെന്ത് കഥയാണ്? സകലതും കുഴപ്പത്തിലായല്ലോ. അങ്ങാകട്ടെ ഈ ലോകത്തിലുള്ള സകലതും നശിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ട് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിസ്സംഗനായി തപസ്സിരിക്കുന്നു. കാര്യങ്ങളെയൊക്കെ മറന്നിട്ട് കാരണരൂപത്തിൽ നിസ്സംഗനായി ഇരിക്കുന്നു. കഷ്ടം തന്നെ. ഇത് ഏതെങ്കിലും മുറയ്ക്ക് ചേർന്നതാണോ? തപസ്സിരിക്കുന്ന അങ്ങൊരു മൂളൽ കൊണ്ടെങ്കിലും എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമോ? അർദ്ധനാരീശ്വര, അങ്ങ് ഒരേ സമയം പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവുമാണ്. അതുകൊണ്ടാണ് ദേവീരൂപവും ശിവരൂപവും പപ്പാതി ചേർന്ന ഒരൊറ്റ രൂപത്തിൽ അങ്ങ് ശോഭിക്കുന്നത്. മക്കളെ തീറ്റിപ്പോറ്റി വളർത്തുന്നത് അച്ഛനമ്മമാരുടെ കർത്തവ്യമാണ്. ലോകത്തിലെ ജീവജാലങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റേണ്ടത് അങ്ങയുടെ കർത്തവ്യമാണ്. മക്കളെ തീറ്റിപ്പോറ്റാൻ അച്ഛനമ്മമാർക്ക് സമ്പത്ത് വേണം. ലോകരെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ ഭഗവാന്റെ കൈവശമുള്ള സമ്പത്ത് ദേവലോക നദിയായ ഗംഗയല്ലാതെ മറ്റൊന്നുമല്ല. ഭഗവാൻ ഗംഗയുടെ നാഥനാണല്ലോ. പക്ഷേ ഭഗവാൻ ആ ഗംഗയെ തലയിൽ വെച്ചുകൊണ്ട് മരച്ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുകയാണ്. മക്കളായ ഞങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ കാര്യമൊക്കെ അങ്ങ് മറന്നു. ഭഗവാന്റെ തപസ് കാരണം ഗംഗാനദി ഭഗവാന്റെ ജടയിൽ തന്നെ ഉറഞ്ഞുകൂടി. അങ്ങനെ നാട്ടിൽ വെള്ളമില്ലാതായി. ഞങ്ങളെല്ലാം കുഴപ്പത്തിലുമായി. ഇതെന്തു കഥയാണ്? ഇങ്ങനെ സകലതും മുടിയുന്നത് കണ്ടുകൊണ്ട് വൃക്ഷച്ചുവട്ടിൽ തന്നെ നിസ്സംഗനായി ഇരിക്കുന്നത് ഏതെങ്കിലും മുറയ്ക്ക് ചേർന്നതാണോ? ഭഗവാനാവുന്ന കാരണത്തിൽ നിന്നാണല്ലോ കാര്യരൂപത്തിലുള്ള ഞങ്ങളും ഈ ലോകവുമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ഭഗവാന് കേവലം കാരണരൂപത്തിൽ മൂടായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുമോ? കാര്യത്തെയൊക്കെ മറന്നിട്ട് ഇത്തരത്തിൽ ഭഗവാൻ ഇരിക്കുന്നത്
ഏതെങ്കിലും ഒരു മുറയ്ക്ക് ചേർന്നതാണോ? വിശ്വത്തെ നിലനിർത്തുന്ന വ്യവസ്ഥയ്ക്ക് അത് ചേർന്നതാണോ? ഇതിനുത്തരം പറയണം. തപോനിഷ്ഠനായിരുന്നതുകൊണ്ട് മിണ്ടുകയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മൂളുകയെങ്കിലും വേണം. അർദ്ധനാരീശ്വരസ്തവം ജ്ഞാനവല്ലരി 3 അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. ഊട്ടിത്തീറ്റി വളർത്തും ഉമ്പർത്തടി നീനാഥനും ഇപ്പോൾ ഉയിർക്കൂട്ടത്തോടൊരു കൂറുമില്ല. കഥയെന്തയ്യോ കുഴപ്പത്തിലായി നാട്ടിൽ കണ്ടത ശേഷവും വ്യത നശിച്ചിടുന്നതും കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ മൂളർത്ഥനാരീശ്വര. അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.